പറ്റില്ല. ഈ മരുമകളെ നോക്കിയിട്ടൊന്നുമല്ലല്ലോ ഈ അവസ്ഥ വന്നത്. അച്ഛൻ ഈ മോനെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കാണ്ട് കുലസ്ത്രീ ചമഞ്ഞ് ഇവിടുത്തെ എല്ലാ പണികളും ഒറ്റയ്ക്ക് ചെയ്തതല്ലേ. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ കിടപ്പിലായത്. എന്താ രണ്ടും അവിടെ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുന്നുണ്ട്. അവരിനെ വിളിച്ചിട്ട് അമ്മന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ. അല്ലാണ്ട് ജോലി ലീവാക്കിയിട്ട് നിങ്ങളെ നോക്കാൻ എനിക്ക് എന്തായാലും പറ്റില്ല. നീ എന്താടാ ചെയ്യണത്? കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും അടുക്കളയിൽ കയറിയിട്ട് ഉള്ളി മുറിക്കേ. ഇത്രയും കൊല്ലം ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? എന്താ ഈ പരിസരത്ത് കയറിയിട്ട് അച്ഛനോ മോനോ? അതെങ്ങനെയാ? തിന്ന പ്ലേറ്റും കൂടി രണ്ടും കഴുകി വെക്കില്ല. കല്യാണം കഴിഞ്ഞതും നീ ആകെ മാറിയാ. അതിന് എന്നെ എപ്പോഴെങ്കിലും അമ്മ അടുക്കളയിൽ കയറിയിട്ടുണ്ടോ? പ്ലേറ്റ് കഴുകാൻ വന്ന അവിടെ വെച്ചിട്ട് പോവാറില്ലേ? ഇത് അവള് പറഞ്ഞ അമ്മേ ഉള്ളി മുറിക്കാൻ. അവളോ? എന്താ അവൾക്ക് കൈയും കാലിനും എന്തെങ്കിലും പ്രശ്നമുണ്ടാ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചൂടായിരുന്നോ? അമ്മ കാല് വയ്യാണ്ട് അതിന്റെ അകത്ത് കിടക്കല്ലേ. അപ്പൊ എല്ലാത്തിനും അമ്മനെ വിളിക്കണ്ട പറഞ്ഞിട്ടാ. അവള് തുണി തിരുമ്പാണമ്മേ. മെഷീനല്ലേ അവിടെ ഉള്ളത്? അതിലിട്ട് അലക്കാൻ എന്താ അവള് എന്റെ കൂടെ നിക്കണ? അത് മെഷീനിൽ ഇടാൻ പറ്റാത്ത കുറച്ച് തുണിയുണ്ട്, അത് മുക്കിയിടുക. എന്നാ പിന്നെ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾക്ക് അത് ചെയ്താ പോരായിരുന്നോ? ഗീതു, ഗീതു, എന്താമ്മേ? എടീ മോളെ, നീയാണാ അവനെ അടുക്കളയിൽ കയറിയിട്ട് ഉള്ളിയൊക്കെ അരിയാൻ പറഞ്ഞത്? ഉള്ളി അരിയാനില്ല, അതെല്ലാം കട്ട് ചെയ്ത് കറി ഉണ്ടാക്കാൻ പറഞ്ഞതാ. എന്താ ഇത്ര നേരമായിട്ട് ഉള്ളി പോലും മുറിച്ച് കഴിഞ്ഞില്ല? കറി ഉണ്ടാക്കാനാ? ഇത്രയും കൊല്ലമായിട്ടൊരു മുട്ട പോലും അവന് പൊരിക്കാൻ അറിയില്ല. അവനെ കൊണ്ടാണ് നീ കറി ഉണ്ടാക്കാൻ പറയണത്? എൻ്റെ വീട്ടിലൊക്കെ അച്ഛനാ ഭക്ഷണം ഉണ്ടാക്കുക. ഞാൻ വെച്ചു ഏട്ടനതൊക്കെ അറിയുന്നത്, അതുകൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. നിന്റെ വീട്ടിൽ ആണുങ്ങൾ പണി ചെയ്യണ്ടാകും, അതൊന്നും ഇവിടെ നടക്കില്ല. ഇത്രയും കൊല്ലമായിട്ട് അച്ഛനെയും മോനെ ഞാൻ അടുക്കളുടെ പരിസരത്ത് കയറ്റിയിട്ടില്ല. അവരെ രാവിലെ 8-8:30 പോയി കഴിഞ്ഞാൽ 5-6 മണിയാകുമ്പോൾ ഇടത്തെ. അവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ അടുക്കള പണി ചെയ്യിപ്പിക്കാനാ? ആണുങ്ങൾ വീട്ടിൽ പണി ചെയ്തുകൊണ്ട് എന്ത് തെറ്റാമോ ഉള്ളത്? ഈ 10-32 വയസ്സായിട്ട് മുട്ട പോലും പൊരിക്കാൻ അറിയില്ലെന്നേ അഭിമാനത്തോടെ പറയേണ്ട കാര്യമൊന്നുമില്ല. അത്രയും നാണക്കേടല്ലേ? ഈ വീട്ടിൽ ആണുങ്ങൾക്ക് അടുക്കള പണി ചെയ്യാൻ അറിയില്ല എന്ന് പറയാൻ എനിക്കൊരു നാണക്കേടും ഇല്ല. കാല് വേദനയൊന്നും നീ നോക്കണ്ട. എന്തെങ്കിലും കൂടുതൽ പണിയുണ്ടെങ്കിലേ അമ്മനെ വിളിച്ചാൽ മതി. കൂടുതലൊന്നും ഇല്ലമ്മ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികളേ ഉള്ളൂ. ഇത്രയും ദിവസം ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നാളെ തൊട്ട് എനിക്ക് ജോലിക്ക് പോകണ്ടേ. അപ്പം എല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒന്നാമത് അമ്മയ്ക്ക് വയ്യാണ്ട് കിടക്കല്ലേ. ഇത്രയും ദിവസം അച്ഛനോ ഏട്ടനോ ഒന്നും സഹായിക്കും വിചാരിച്ചു. പക്ഷെ രണ്ടാളിനെയും അടുക്കളുടെ ഭാഗത്ത് കണ്ടില്ല. അപ്പം ഞാൻ ഏട്ടനൊരു പണി കൊടുത്തതാ. ഇപ്പം നാളെ മുതലേ ഞാൻ രണ്ടാൾക്കും വീതിച്ചു കൊടുക്കാമല്ലോ. തറവാട് സ്വത്താണല്ലോ എല്ലാവർക്കും ഇങ്ങനെ വീതിച്ചു കൊടുക്കാനായിട്ട്. നീയേ നാളെ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ആകുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്തോളാം. എന്തായാലും അവനെ ഇനി അടുക്കളയിൽ കയറ്റണ്ട. അമ്മ ഏട്ടനെ രാവിലെ 9:30 ജോലിക്ക് പോയാൽ പോരെ? 6 മണിക്ക് എണിച്ച് ഓടിയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളാ. അപ്പം ഈ വീട്ടിലെ കുറച്ച് പണികൾ ചെയ്തുകൊണ്ടേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ, പുലർച്ചെ എണിച്ചിട്ടല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഏട്ടാ, കറി ഉണ്ടാക്കുമ്പോൾ മസാല ഇടുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ എൻ്റെ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. നീ എന്താടാ അവള് പറയണം കേട്ട് കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കണത്? നിനക്ക് വല്ലതും അറിയോ അതൊക്കെ? അല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവള് പറഞ്ഞുതരാറില്ലേ? പിന്നെ ഇത്രയും കൊല്ലമായിട്ട് നിന്റെ അച്ഛനൊന്നും അറിയില്ല, പിന്നെയല്ലേ നീ ആദ്യം പഠിക്കാൻ പോകുന്നത്. നീ അവിടെ വെച്ചിട്ട് പോ, ഞാൻ ചെയ്തോളാം. അല്ല, അമ്മയ്ക്ക് കാല് സുഖമില്ലല്ലോ. ഓ, കാല് വേദന ഒന്നും നോക്കണ്ട. തൽക്കാലം 2 ഗുളിക എടുത്ത് കഴിച്ചാലേ വേദന ഇത്തിരി കുറയും. അത് കഴിഞ്ഞിട്ട് അമ്മ ചെയ്തോളാം. നീ ഇപ്പൊക്കോ? പിന്നെ അമ്മ തന്നെ വെച്ചോ. മോളെ, എന്താ വെച്ചാ? നാളെ എൻ്റെ റിട്ടയർമെന്റ് കേട്ടോ. അമ്മയേട്ടനും പറയണ്ടായിരുന്നു. 10-30 വർഷമായി ഈ ആൾക്കാർ പറയും ഗവൺമെന്റ് ജോലി കിട്ടിയാൽ സുഖമാണ്, അവിടെ പോയി ഒപ്പിട്ട് ഉറങ്ങിയാൽ പോലെ. നമ്മുടെ കഷ്ടപ്പാട് നമുക്കല്ലേ അറിയുള്ളൂ. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തെ ഡബിൾ ഡ്യൂട്ടിയാ. അവിടെ കറണ്ടില്ല, മരം വീണു, അതാണ് ഇതാണ് പറഞ്ഞിട്ട് 100 കോളാ വരിക. എല്ലാവരുടെയും കറക്റ്റ് സമയത്ത് ആളെ എത്തിക്കണം. പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ, എല്ലാവരും ഇപ്പോൾ ഫോണും എടുത്ത് റെക്കോർഡ് ചെയ്തിട്ടാണ് കോൾ ചെയ്യുന്നത്. എന്നാലും ഇപ്പോൾ നാളത്തോടെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഒരു 3-4 ആളും കൂടി റിട്ടയർമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ട്, പരിപാടി ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു മോള് നാളെ മുതൽ ജോലിക്ക് ജോയിൻ ചെയ്യാനേ. അപ്പോൾ നാളത്തെ ഒഴിവാക്കിയിട്ട് മറ്റന്നാൾ മുതൽ പോയാൽ പോരെ? അതല്ല അച്ഛാ,
ഇത്രയും വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടുക പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ. അപ്പോൾ അവർ പറഞ്ഞ ഡേറ്റിന് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും റീസൺ പറയുമ്പോഴേ അവരെന്താ വിചാരിക്കുക? ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു ഇമ്പ്രഷൻ പോവല്ലേ. വേണ്ട വേണ്ട വേണ്ട, അച്ഛൻ പറഞ്ഞെന്നുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ഇത്രയും വലിയ ശമ്പളത്തിന് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി കിട്ടുക പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇനിയിപ്പോൾ അവർ പറഞ്ഞ ഡേറ്റിനെ പോക്കോ. എന്തായാലും അവൻ നാളെ ലീവാണ്. അവൻ അമ്മനെയും കൂട്ടി അങ്ങോട്ട് വന്നോളൂ. ഒരു 4 മണിക്ക് ആ പരിപാടി തുടങ്ങുള്ളൂ. പിന്നെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. എന്നാലും കഴിയുമ്പോൾ ഒരു 7 മണിയാവും. മോളൊരു കാര്യം ചെയ്യും, ജോലിയും കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോവാ. ആ പരിപാടിയും കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു ഒരുമിച്ച് വരാം. ആ അച്ഛാ, ഞാൻ ജോലി കഴിഞ്ഞിട്ട് അതിലൂടെ വരാം. അതെ, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഇപ്പോൾ വരാം. അല്ല, എൻ്റെ ഡ്രസ്സ് അത് നീ അയൺ ചെയ്ത് വെച്ചത്? ആ പാൻറ് ഷർട്ട് അയൺ ചെയ്തിട്ടുണ്ട്. അയ്യോ, ഞാൻ പറയാൻ വിട്ടുപോയത് കേട്ടോ. ഇന്ന് ഞാൻ വെള്ളം മുണ്ടും ആ കറുത്ത ഷർട്ടായിരുന്നത്. ഇനിയിപ്പോൾ 2 ദിവസമല്ലേ ഉള്ളൂ. യൂണിഫോം ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾക്ക് അവിടെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. അയ്യോ, എന്നാൽ ആദ്യം പറയണ്ടേ, ഞാൻ വേഗം ചെയ്തുതരാം. സമയമായതല്ലേ. നീല ഓടി കശ പോവൊന്നും വേണ്ട. സമയം വൈകി ചെന്നാലും കുഴപ്പമില്ല. നിന്റെ കാലിനിപ്പോൾ എങ്ങനെയുണ്ട്? കുറച്ച് കുഴപ്പമില്ല. ആ, നീ ഒരു കാര്യം ചെയ്യ്, ചായയും പേപ്പറും പുറത്ത് കൊണ്ട് വെക്കി, എന്നിട്ട് അയൺ ചെയ്താൽ മതി കേട്ടോ. എൻ്റെ മോളെ മതി. അല്ലെങ്കിലും ഇതെല്ലാം കൂടി നിനക്ക് ഒറ്റയ്ക്ക് വൃത്തിയാക്കാൻ പറ്റുമോ? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലേ അമ്മയ്ക്ക് റെഡിയാകും. എന്നിട്ട് ഞാൻ വന്ന് ചെയ്തോളാം. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായില്ലേ, പോയി റെഡിയാവാൻ നോക്ക്. ഇത്രയും പുല്ല് വളർന്ന് കിടക്കല്ലമ്മേ, അതിനകത്ത് വല്ല പാമ്പം വന്ന് കിടന്നാലോ നമുക്കറിയോ? അല്ലെങ്കിലും ഇത്രയൊന്നും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അച്ഛാ, അച്ഛാ, നീ എന്തിനിപ്പോൾ അച്ഛനെ വിളിക്കണത്? ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ അമ്മേ, നേരത്തെ പോയതല്ലേ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഏട്ടൻ കൂടി ചെയ്യിപ്പിക്കായിരുന്നു. എന്താ മോളെ? അച്ഛൻ എന്തായാലും ഇവിടെ വെറുതെ നിൽക്കല്ലേ, ഈ കൈക്കോട്ട് എടുത്തിട്ടേ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കോ. ഫുള്ള് പുല്ല് നിറഞ്ഞിരിക്കുക. ഞാനോ? ആ ചേക്ക് 9:30 പോണേ. എന്തായാലും അച്ഛൻ റിട്ടയർഡായിട്ടും ഒരാഴ്ചയായിട്ട് വെറുതെ ഇരിക്കല്ലേ, വേറെ പണിയൊന്നുമില്ലല്ലോ. കുറച്ചായിട്ട് പുല്ല് ചെത്തിയാൽ മതി. പിന്നെ എത്രയും കാലം പണിയെടുത്തിട്ട് പെട്ടെന്ന് വെറുതെ ഇരിക്കുക പറഞ്ഞാൽ ആ ശരീരത്തിനും കേടാ. മോളെ, അത് നമുക്കൊരു പണിക്കാരനെ വെച്ച് ചെയ്യാം കേട്ടാ. എൻ്റെ അമ്മ ഇപ്പോൾ പുല്ല് വെട്ടാൽ അടുത്ത ആഴ്ച അവൾക്ക് പിന്നെയും വളരും. ആഴ്ചയ്ക്ക് പണിക്കാരനെ വിടാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്ത് കുറച്ചല്ലേ ഉള്ളൂ, അതിന് വേണ്ടി 1000 രൂപ കൊടുക്കണോ? അച്ഛാ, പതുക്കെ ചെയ്താൽ മതിയേ. എന്താ നിങ്ങൾ അവൾ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. ഇത്തിരി പരിഷ്കാരം കൂടുതലാണേ. കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ചല്ലേ ആയുള്ളൂ, അതാ ഞാൻ ഒന്നും പറയാത്തത്. അല്ലെങ്കിൽ നല്ല കണക്കിന് കൊടുത്തേനെ. നീ മിണ്ടായിരുന്നോ? എന്തായത് അമ്മായിയമ്മ വരുമ്പോൾ പോരാട്ടം എടുക്കാൻ നിൽക്കുക? ആ കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് 1 മാസമല്ലേ ആയുള്ളൂ. ഇവിടുത്തെ ചിട്ടകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. നിനക്കൊന്നിലും വയസ്സായില്ലേ, ആ ബോധമില്ലേ? അത് പതുക്കെ പറഞ്ഞ് കൊടുത്താൽ മതി, അല്ലാണ്ട് പോരടിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ, അല്ല ഇപ്പം നിന്റെ കാലിന് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആ, അല്ല ആ കുട്ടി പറഞ്ഞത് ശരിയാണ്. ഈ പുല്ലും കാടൊക്കെ വളർന്നു നിന്നാലേ അതിന് കൊതുകും പാമ്പൊക്കെ വരും. ഇതപ്പോ ഒന്ന് അടിച്ചു കൂട്ടി കത്തിക്കണല്ലോ, എന്താ ചെയ്യാ? ഇപ്പൊ കുറച്ച് വേദന കുറവുണ്ട്, ഞാൻ പതുക്കെ ചെയ്തോളാം. അല്ല കാലിളകാണ്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെയ്തോളാം. എന്നൊരു കാര്യം ചെയ്, പോയി ഒരു ചായ ഇട്ടുവാ, എന്നിട്ട് ചെത്തിയാൽ മതി. ആ രാഘവന്റെ വീട്ടിൽ എന്തോ പണി നടക്കുന്നുണ്ട്, പോയി നോക്കിയിട്ടാ. ചായൻ്റെ മുകളിൽ വെച്ചായിട്ടാ, കാലിളകണ്ട നോക്ക്. എൻ്റെ ദൈവമേ, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കണത്? മോളെ, എന്താ അമ്മേ? മോളെ, അവൻ ഭക്ഷണം കഴിച്ചാ? ഏട്ടൻ കഴിച്ചിട്ട് ജോലിക്ക് പോയി. അച്ഛൻ ചായ കൊടുത്തതാ? ഏട്ടൻ ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛൻ ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തതാ. ആ നേരത്തെ മോളെ, സമയം 9 ആകാറായി. അച്ഛന് ഒരു ചായയും കൂടി വേണ്ട വരും.
അമ്മ കാല് വയ്യാണ്ട് വേദനിച്ച് കിടക്കല്ലേ? 1 മാസം മര്യാദക്ക് റെസ്റ്റ് ചെയ്ത് മരുന്ന് കഴിച്ചാൽ ഡോക്ടർ മാറുന്നല്ലേ പറഞ്ഞത്? അതെങ്ങനെയാ? ഞാൻ പോയ വഴിക്ക് ഇവിടുത്തെ എല്ലാ പണികളും ഒറ്റയ്ക്ക് ചെയ്യല്ലേ? മകന് 32, അച്ഛന് 60 വയസ്സായില്ലേ? അവൾക്ക് അവനവന്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം. അമ്മ അതിന്റെ പുറകെ നടക്കൊന്നും വേണ്ട. ആദ്യേ അമ്മ അമ്മന്റെ കാര്യങ്ങൾ നോക്ക്. എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോവാൻ നിൽക്കുക. ഓ, ഈ കുട്ടിനെ കൊണ്ടല്ലാണ് ഞാൻ ചോദിക്കോ? മൂപ്പർക്കാണെങ്കിൽ കറക്റ്റ് സമയത്ത് ചായ കിട്ടില്ലെങ്കിൽ തലവേദന എടുക്കും. രഘുവേട്ടാ, രഘുവേട്ടാ, എന്താടി ചായ കിട്ടിയ നിങ്ങക്ക്? എവിടെ നിന്ന് കിട്ടേ? സമയം 9 മണിയായി. ഞാൻ ഉണ്ടാക്കി തരട്ടെ? ആ കുട്ടിക്ക് ജോലിക്ക് പോകാൻ സമയമായി. ഇനി വയ്യാണ്ട് കിടക്കുന്ന നീയാണോ ചായ ഇട്ടത്? എത്ര കാലമായിടി? നിന്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഈ മുട്ടുവേദന ഉണ്ടല്ലോ. ഒരു ആരോഗ്യമില്ലാത്ത സാധനങ്ങളല്ലേ? ഡോക്ടറാണെങ്കിൽ മുട്ട ഇളകണ്ടെന്നല്ലേ പറഞ്ഞത്. എനിക്കങ്ങനെ വെറുതെ കിടക്കാനും കഴിയില്ല. ഇന്നലെ കുറെ പണി ചെയ്തോണ്ടാ അപ്പൊ നല്ല വേദന. അതിന് നിന്നോട് ആരാടി പണിയെടുക്കാൻ പറഞ്ഞത്? അവിടെ റെസ്റ്റ് എടുത്താ പോരെ? ചായ എടുത്തരട്ടെ? ആ, ചായ ഒക്കെ ഞാനങ്ങ് ഉണ്ടാക്കാം. ഓ, ഈ ഒരു കാലുവേദന എന്നെയും കൊണ്ടേ പോകുന്നാ തോന്നുന്നത്. കമല, ഈ ചായപ്പൊടി എവിടെ വെച്ചത്? അത് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. എവിടെയുണ്ട്? ചായപ്പൊടി ഒരു സ്ഥലത്തേക്ക്, പഞ്ചസാര വേറെ ഒരു സ്ഥലത്തേക്ക്. ചിലക്ക് ഇതൊക്കെ ഒരുമിച്ച് വെച്ചാ പോരെ? ഈ പാലോ? ചായക്കുള്ള പാല് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിന്റെ താഴെ വെച്ചിട്ടുണ്ട്. നേരെ നോക്കേ. പാക്കറ്റ് പാലല്ലേ? കഴിയില്ല. ഇതിപ്പോ എന്താ ചെയ്യ? നീ ഒരു കാര്യം ചെയ്യങ്ങോട്ട് വാ. ആ, ഞാൻ വരുന്നു. പിന്നെ അതൊക്കെ എവിടെയാ വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീയേ കാലങ്ങാണ്ട് ഒരു ചായ ഇട്ടിട്ടേ ഇവിടെ വെച്ചാൽ മതിട്ടാ, ഞാൻ എടുക്കാം. നോക്കി പണിയെടുക്ക്. ആ, ഓളെ, ഓളെ, എന്താ അമ്മേ, നല്ല വേദന ഉണ്ടോ? മോളെ, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടേ ഒന്ന് ഉപ്പിത്തരുവോ? അമ്മ, എനിക്ക് ജോലിക്ക് പോകുന്ന സമയമായി. ഗീതു, നീ ഒരു കാര്യം ചെയ്. അമ്മയ്ക്ക് മാറുന്നവരെ നീ ലീവ് എടുത്ത് ഇവിടെ ഇരിക്കി. എടാ, ഓരോ ദിവസം കഴിയുമ്പോഴേക്കും അമ്മയ്ക്ക് കൂടി കൂടി വരിക. ഇതും മരുന്ന് വെച്ചിട്ടൊന്നും മാറില്ല, റെസ്റ്റ് തന്നെ വേണം. ആ മോളെ, അത് ഞാനും ഇത് പറയാൻ നിൽക്കുകയായിരുന്നു. ഈ അമ്മായിയമ്മേനെ നോക്കാൻ വേണ്ടി മരുമകളിനെ വീട്ടിലിരുത്താമെന്ന് വിചാരിക്കുന്ന കേട്ടോ. അമ്മൻ്റെ ആരോഗ്യനിലയെ കുറച്ച് വഷളാണ് ഇപ്പോൾ. മോളൊരു കാര്യം ചെയ്, 1 മാസം ലീവാക്കി ഇവിടെ ഇരിക്കി. ഇല്ല അച്ഛാ, അല്ലെങ്കിലും ഞാനെന്തിനാ നോക്കേണ്ട കാര്യം? എന്നെ നോക്കിയിട്ടാണോ അമ്മയ്ക്ക് ഇപ്പൊ ഈ അവസ്ഥ വന്നത്? അച്ഛനെ കൊണ്ടും മോനെ കൊണ്ടും ഒരു പണിയും ചെയ്യിപ്പിക്കാണ്ട് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ആരാ നോക്കേണ്ടത്? നിങ്ങൾ രണ്ടാളും അല്ലേ? ഏട്ടനൊരു കാര്യം ചെയ്, 1 മാസം ലീവ് എടുത്തിട്ടേ അമ്മനെ നോക്ക്. അല്ലെങ്കിൽ വേണ്ട, അച്ഛൻ വെറുതെ റിട്ടയർഡ് ആയിട്ട് ഒരു പണിയില്ലാണ്ടിരിക്കല്ലേ. അച്ഛൻ നോക്ക്. ഇനിയിപ്പോ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, പോകുന്നതിന് മുമ്പേ ഭക്ഷണവും മരുന്നൊക്കെ ഞാൻ എടുത്തു കൊടുക്കാം. ഈ ഇടയ്ക്കിടയ്ക്ക് ചായ 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 വേണ്ടേ അമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കാതിരുന്നാൽ മാത്രം മതി. അമ്മന്റെ അസുഖം താനേ മാറിക്കോളും. നീ എന്താടി അച്ഛനോട് പറഞ്ഞത്? നിർത്തടാ. കെട്ടിക്കൊണ്ടുവന്ന ഭാര്യനെ ഭരിക്കാൻ നിൽക്കുന്നോ? ഇത്രയും കാലമായിട്ട് ഞാൻ അവളെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അവൻ മോളെ, നീ പറഞ്ഞു വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ നിന്റെ പോലുള്ള പെൺകുട്ടികളുടെ ഒരു സൂക്കേടാണത്. അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്ത് പണിയാണുള്ളത്? മല മറിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ. എന്താ കൊച്ചു ഞങ്ങൾ ആണുങ്ങൾ വെറുതെ ഇരിക്കുകയാണെന്നാണ് നിന്റെ വിചാരം? ഇത്രയും കാലം രാവിലെ 8:30 ആകുമ്പോഴേക്കും എനിക്ക് എൻ്റെ അവിടെ ചെല്ലണം. എന്നിട്ട് അവിടെ സൂപ്പർവൈസർ, മാനേജർ, അതിൻ്റെ മാനേജർ പറഞ്ഞിട്ട് 100 കൂട്ടം പ്രഷറാ മോളെ. പണിയും കഴിഞ്ഞ് 6-6:30 വീടത്തെ. ഈ ജോലിക്ക് പോകുന്നതിന് മുമ്പ് വേറെയും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10-40 കൊല്ലം ജോലി ചെയ്തിട്ട് ഇപ്പോഴാണ് ഒന്ന് റിട്ടയർ ആയിട്ട് റെസ്റ്റ് എടുക്കുന്നത്. അല്ല മോളെ, ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസ കൊണ്ടാണ് വീട്ടിലേക്ക് അരിയും പാലും പച്ചക്കറി എല്ലാം വാങ്ങിച്ച് ഈ വീട്ടിലിരുന്ന പെണ്ണുങ്ങൾ ഇറക്കം തിന്നുന്നത്.
അപ്പൊ ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ആണുങ്ങൾ പുറത്തു പോയി പണിയെടുക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും പണിയെടുക്കുന്നു പറഞ്ഞിട്ടേ ഇങ്ങനെ പറയണ. ഈ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലും റീൽസ് കേട്ട് പറഞ്ഞിട്ടേ അതൊന്നും ഇവിടെ കൊണ്ട് വിളമ്പാന്നൊക്കെ ഉണ്ടാ കേട്ടാ കൊച്ചേ. അച്ഛൻ രാവിലെ 8 തൊട്ട് വൈകിട്ട് 5:30 വരെ പണിയുള്ളൂ. ആ പാവ അമ്മ പുലർച്ചെ 5 മണിക്ക് എണിച്ച് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നവരെയും അതിന് പണിയാ. നിങ്ങൾക്ക് ഈ സൺഡേയും സാറ്റർഡേയും ഗവൺമെന്റ് ഹോളിഡേസിനൊക്കെ ലീവ് ഉണ്ട്. പക്ഷെ വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന് പനിയോ ജലദോഷമോ ഇനിയിപ്പോ എന്ത് അസുഖം വന്നാലും ഒരു ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? അച്ഛൻ എന്താ പറഞ്ഞത്? ഇവിടെ മലമറിക്കണ പണിയൊന്നും ഇല്ലാന്നല്ലേ? ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ അച്ഛനെ കൊണ്ട് പറ്റുമോ? ഇല്ലച്ചാ, ഇത്രയും കാലമായിട്ട് എത്ര വയ്യെങ്കിലും ആ പാവം അതിനൊരു മുടക്കവും വരുത്തിയിട്ടില്ല. അതിനിടയ്ക്ക് ചായ വേണം, അടിക്കണം, തുടയ്ക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, പാത്രം കഴുകണം, മുറ്റം അടിക്കണം. അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ ഈ വീട് പണിയൊന്നും അത്ര സിമ്പിളൊന്നും അല്ല, നല്ല കഷ്ടപ്പാടുണ്ട്. അച്ഛൻ 40 കൊല്ലം പണിയെടുത്തു എന്നല്ലേ പറഞ്ഞത്? അത്രയും കൊല്ലം അമ്മ വെറുതെ ഇരുന്നൊന്നും അല്ലല്ലോ, നല്ല പോലെ വീട് പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴാണ് റിട്ടയർമെന്റ്? അത് അച്ഛനൊന്ന് പറ. ഈ മരിക്കുന്നവരെ ഈ സ്ത്രീകൾക്ക് ഒരു റിട്ടയർമെന്റും ഉണ്ടാവില്ല. അതാദ്യം അച്ഛനും മോനും ഒന്നും മനസ്സിലാക്ക്. ഒരു പനി വന്ന അച്ഛനും മോനും മൂടി പോച്ച് കിടക്കുമല്ലോ, എല്ലാ റൂമിലും എത്തിച്ചേരണ്ടേ? ഇത്രയും കാലം നിങ്ങൾക്ക് 2 ആൾക്കും വേണ്ടി പണിയെടുത്തിട്ടാ ആ പാവം കിടപ്പിലായത്. എന്നിട്ട് ഇന്നേവരെയായിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും നിങ്ങൾ 2 ആൾ എടുത്തു കൊടുത്തിട്ടുണ്ടാ? അല്ലെങ്കിലും എല്ലാ സ്ത്രീകളുടെ അവസ്ഥ അങ്ങനെ തന്നെയാ. ഒന്ന് കിടന്നാ ഒരാളും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. അല്ലെങ്കിലും നിങ്ങളെ ആരും ഞാൻ കുറ്റം പറയുന്നില്ല. വീട്ടിലെ ആണുങ്ങളെ ഒരു പണിയും ചെയ്യിപ്പിക്കില്ല എന്ന് അന്തസ്സോട് പറഞ്ഞു നടക്കുന്നതേ അമ്മയാ. ഇപ്പൊ മനസ്സിലായില്ലേ ഇത് ഏറ്റവും വലിയ മണ്ടത്തരം എന്നുള്ളത്? ചില ബുദ്ധിയുള്ള ആണുങ്ങളുണ്ട്, അമ്മന്റെയും ഭാര്യന്റെയും ഒക്കെ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ടേ വീട്ടിലെ അത്യാവശ്യം പണികളൊക്കെ ചെയ്തു തരും. പക്ഷെ നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവരെ കൊണ്ടൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെയാ ഞാൻ വന്ന പാടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പണി വീതിച്ചു തന്നത്. അപ്പോൾ അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കേണ്ട അമ്മ സ്വയം എല്ലാം ചെയ്തല്ലേ. അതുകൊണ്ട് തന്നെയാ അപ്പൊ ഇങ്ങനെ കിടപ്പിലായത്. ഇപ്പം മനസ്സിലായല്ലോ ഒരാളും തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ലെന്ന്. ആ ഒരു അവസ്ഥ എനിക്ക് വരെ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. ഈ ഒരു സിറ്റുവേഷനിൽ അമ്മയ്ക്ക് എന്തായാലും ഇവിടുത്തെ പണികൾ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ 3 ആളുണ്ടല്ലോ, എല്ലാവർക്കും കൂടി കുറച്ച് കുറച്ച് പണികൾ ചെയ്യാം. അല്ലാതെ പെണ്ണായ ഞാൻ തന്നെ ഈ വീട്ടിലെ എല്ലാ പണികളും ചെയ്യണമെന്ന് പറഞ്ഞ് രാജാവിനെ പോലെ കയ്യും കെട്ടി ഇരിക്കാനാണ് അച്ഛൻ്റെയും മോൻ്റെയും ഭാവമെങ്കിലേ രണ്ടും പട്ടിണി അടിക്കേണ്ടി വരും. അമ്മയല്ല ഞാൻ. മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെയൊക്കെ അടുക്കളയിൽ നിന്നാണ്. ഈ വീട്ടുപണി പെണ്ണുങ്ങൾ മാത്രം ചെയ്യേണ്ടതാണെന്ന തെറ്റായ ചിന്താഗതി സ്നേഹമല്ല, മറിച്ചത് വലിയൊരു അപകടമാണ്. സ്വന്തം മകനെയും ഭർത്താവിനെയും വീട്ടുപണികളിൽ നിന്ന് അകറ്റി നിർത്തിയതുകൊണ്ട് മാത്രമാണ് ആ അമ്മ കിടപ്പിലായത്. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. അതായത് ഈ വീട്ടുപണി എന്നത് ലിംഗഭേദമല്ല, മറിച്ച് അതൊരു അതിജീവന നൈപുണ്യമാണ്. ആ മരുമകൾ വന്നിട്ട് ഈ രീതിയൊക്കെ മാറ്റാൻ ശ്രമിച്ചപ്പോഴും ആണുങ്ങൾ അടുക്കളയിൽ കയറേണ്ട എന്ന് പറഞ്ഞ തടഞ്ഞ അതേ അമ്മ ഇന്ന് നിസ്സഹയായി കിടപ്പിലായിരിക്കുന്നു. നോക്കാൻ ആളില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആ അമ്മ സ്നേഹിക്കുന്ന ഭർത്താവിനും മകനും ഒരു ചായ പോലും സ്വന്തമായി ഇടാൻ അറിയില്ല എന്നതുകൊണ്ടാണ് അവരിന്ന് കഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങളുടെ മക്കളെയും ഭർത്താവിനെയൊക്കെ വീട്ടുപണികളിൽ പഠിപ്പിക്കുക. അത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കലല്ല, മറിച്ച് നാളെ നിങ്ങളില്ലാത്തൊരു സാഹചര്യത്തിലും അന്തസ്സോടെ ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കലാണ്. ഉത്തരവാദിത്തങ്ങൾ പങ്കിടുമ്പോൾ തകരുന്നത് പുരുഷത്വമല്ല, മറിച്ച് ആ കുടുംബത്തിൻ്റെ ഭാരമാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക.